തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിയന്ത്രണം വിട്ട കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി 5 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. വാഹനം ഓടിച്ചു പഠിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വാഹനം ഓടിച്ച വട്ടിയൂർക്കാവ് വലിയവിള സ്വദേശി AK വിഷ്ണുനാഥിനെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുമ്പിലാണ് ഈ ഭീകര അപകടം നടന്നത്. ഉച്ചയ്ക്ക് 12:15 അപകടം. കണ്ടുനിന്നവരെയെല്ലാം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ അമിത വേഗതയിൽ 2 ഓട്ടോയിൽ തട്ടി വഴിയാത്രക്കാരെയും ഇടിച്ചിട്ടാണ് ഫുട്പാത്തിൽ നിന്നത്. 5 കാലെടുത്ത് വച്ചില്ല. സൗണ്ട് എവിടെ നിന്നൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. പേടിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ കാറുകാരൻ കമ്പിക്കകത്ത് പൊത്തു നിൽക്കുന്നു. ഈ നിന്ന ആട്ടോ ഡ്രൈവർ ഫസ്റ്റിൽ നിന്നതാണ്. ഈ 2 എണ്ണം വന്ന് അവിടെ ഈ കൊച്ചുമോൾ ഒരു വാക്കിൽ റോട്ടിൽ കൂടെ നിലവിളിച്ചാണ് സാറേ അത്ര ആളുകൾ വന്ന് കൂടിയത്. ഓട്ടോ ഡ്രൈവർമാരായ കണ്ണമൂല സ്വദേശി സുരേന്ദ്രൻ, ജനറൽ ആശുപത്രി സ്വദേശി റജി, വഴിയാത്രക്കാരായ കരകുളം സ്വദേശി ഷാഫി, മുട്ടത്തറ സ്വദേശിനി ശ്രീപ്രിയ എന്നിവർക്കാണ് ഗുരുതര പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നിസാര പരിക്കേറ്റ കുമാർ എന്ന ഓട്ടോ ഡ്രൈവറെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷ്ണുനാഥിന് ലൈസൻസ് ഉണ്ടെങ്കിലും വാഹനം ഓടിച്ച് അധികം പരിചയമുണ്ടായിരുന്നില്ല. ബ്രേക്കിന് പകരം അവർ ആക്സിലേറ്റർ ചവിട്ടിയിരിക്കുകയാണ്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളായിരിക്കണം. പ്രിലിമിനറിയുള്ള എൻക്വയറിയിൽ അതാ മനസ്സിലാകുന്നത്. അതിനകത്ത് മറ്റ് മെക്കാനിക്കൽ ഡിഫക്ട്സ് കാണാനില്ല. ആക്സിഡന്റ് ഉണ്ടായതുകൊണ്ടുള്ള ഡിഫക്ട്സ് മാത്രമേ അതിനകത്തുള്ളൂ. വാഹനം ഓടിച്ച വിഷ്ണുനാഥിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. വാഹനം ഓടിക്കാൻ പരിശീലിപ്പിച്ച് ഒപ്പമുണ്ടായിരുന്ന ബന്ധു വിജയന്റെ ലൈസൻസും സസ്പെൻഡ് ചെയ്യാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.